Hello, good morning, everybody. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വോൾ സർക്കിൾ ബെയറിങ്ങും ക്വാഡ്രന്റൽ ബെയറിങ്ങും നമ്മൾ അവസാനിപ്പിച്ചത്. അപ്പോൾ ക്വാഡ്രന്റൽ ബെയറിംഗ് എന്താണ്, വോൾ സർക്കിൾ ബെയറിംഗ് എന്താണ് എന്നൊന്ന് ചെറുതായിട്ട് പറയാം. വോൾ സർക്കിൾ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫിക്സഡ് മെറീഡിയൻ, അതായത് നോർത്ത് നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 360 ഡിഗ്രി വരെ നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. നോർത്ത് നിന്ന് 360 ഡിഗ്രി വരെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ പ്രിസ്മാറ്റിക് കോമ്പസിലാണ് നമ്മൾ ഇത് മെഷർ ചെയ്യാറ് സാധാരണ ഈ വോൾ സർക്കിൾ ബെയറിംഗ്. ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞത് ക്വാഡ്രന്റൽ ബെയറിംഗ് ആണ്. ക്വാഡ്രന്റൽ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സർവേസ് കോമ്പസിലാണ് മെഷർ ചെയ്യുന്നത്. ആ കോമ്പസിനെ നമ്മൾ 4 ക്വാഡ്രന്റ് ആക്കിയിട്ടുണ്ട്. മറ്റേ മാതിരി തന്നെ നോർത്ത് ഫിക്സഡ് മെറിഡിയൻ ആയിട്ട് നിൽക്കും. ഈ 4 ക്വാഡ്രന്റിനെ നമ്മൾ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് നോർത്ത് ടു ഈസ്റ്റ്, സൗത്ത് ടു ഈസ്റ്റ്, നോർത്ത് ടു വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ് ടു വെസ്റ്റ്. ഈ ഡയറക്ഷനിലാണ് മെഷർ ചെയ്യുക 4 ക്വാഡ്രന്റിൽ. കാരണം ആദ്യം 90 ഡിഗ്രി അതിൽ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ക്വാഡ്രന്റ് ചാടി കഴിഞ്ഞാൽ അടുത്ത ക്വാഡ്രന്റിലായിരിക്കും അത് ഇവിടുന്ന് മെഷർ ചെയ്യും. ഈ രീതിയിലാണ്. അപ്പോൾ അതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത്. ഒന്ന് പ്രിസ്മാറ്റിക് കോമ്പസും സർവേസ് കോമ്പസും. പ്രിസ്മാറ്റിക് കോമ്പസിൽ വോൾ സർക്കിൾ ബെയറിംഗ് അഡോപ്റ്റ് ചെയ്യും. സർവേസ് കോമ്പസിൽ റെഡ്യൂസ്ഡ് ബെയറിംഗ് എന്ന് പറയും കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയാൻ വിട്ടതാണ്. ക്വാഡ്രന്റൽ ബെയറിങ്ങിനെ നമ്മൾ റെഡ്യൂസ്ഡ് ബെയറിംഗ് എന്ന് പറയും. നമ്മളിപ്പോൾ ഇവിടെ കാൽക്കുലേഷനൊക്കെ RB എന്ന് ഷോർട്ടായിട്ട് പറയും, മറ്റേ WCB എന്ന് പറയും. റെഡ്യൂസ്ഡ് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ ക്വാഡ്രന്റൽ ബെയറിംഗ് തന്നെയാണ്. ഇനി നമുക്ക് ഈ കൺവേർഷൻ ഓഫ് ബിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം. അതായത് വോൾ സർക്കിൾ ബെയറിംഗ് എങ്ങനെ RB ആക്കാം, RB എങ്ങനെ വോൾ സർക്കിൾ ബെയറിംഗ് ആക്കാം. രണ്ട് കോമ്പസിൽ മെഷർ ചെയ്താൽ ഒരേ മാതിരി തന്നെ നമുക്ക് അവസാനം ഔട്ട്പുട്ട് കിട്ടാം. അപ്പോൾ അതൊന്ന് നോക്കാം. അതാണ് നമുക്ക് കാര്യമായിട്ട് ഇതിൽ പറയുന്നത്, നോക്കാം. അപ്പോൾ അതൊന്ന് ഇതിലിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ ഇത് പ്രിസ്മാറ്റിക് കോമ്പസ് ആണ്, വോൾ സർക്കിൾ ബെയറിംഗ് ആണ്. അപ്പോൾ ഇത് മെഷർ ചെയ്യുന്ന ഒരു വിധം നമുക്ക് നോക്കാം. ഇതിലിപ്പോൾ ലൈൻ AB, ഇതാണ് ലൈൻ AB കാണിച്ചിരിക്കുന്നത്. നോക്കിക്കോളൂ, ഇവിടെ തൊട്ട് ഇതുവരെയല്ല. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെത്, അതായത് WCB ബിറ്റ്വീൻ 0 മുതൽ 90 ഡിഗ്രി വരെ ഉള്ളത്. ഇവിടെ എത്രയാണോ ഈ നമ്മുടെ WCB എത്ര വെച്ചാൽ അത്ര തന്നെ ആയിരിക്കും ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരിക. ഇതിലൊരു മാറ്റം ഉണ്ടാവില്ല. അത് അതേമാതിരി തന്നെ പോയി കൊണ്ടേ ഇരിക്കും. ഇവിടെ ഇപ്പോൾ AB എന്ന് പറഞ്ഞാൽ 0 മുതൽ 90 ഡിഗ്രി വരെ. റെഡ്യൂസ്ഡ് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ സിക്വൽ ടു WCB. രണ്ടും ഒരേ മാതിരി ആയിരിക്കും. കാരണം ഇവിടെ RB ആണെങ്കിൽ 90 ഡിഗ്രി 90 ഉണ്ടാവുള്ളൂ. മറ്റേ നമുക്ക് എത്രയും ഇവിടുന്ന് പോരുമുണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എപ്പോഴും RB സിക്വൽ ടു WCB ആയിരിക്കും. ഇവിടെ ഇപ്പോൾ 45 ഡിഗ്രി ആണ് പിന്നെ നമ്മളെ വോൾ സർക്കിൾ WCB എന്നുണ്ടെങ്കിൽ അതിൻ്റെ RB എന്ന് പറയുന്നത് നമ്മൾ റെഡ്യൂസ്ഡ് ബെയറിംഗ് പറയുമ്പോൾ നോർത്ത് 45 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയും. അത്ര മാത്രമേ മാറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ ക്വാഡ്രന്റിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഇവിടുന്ന് രണ്ടാമത്തെ ക്വാഡ്രന്റിലേക്ക് ഇങ്ങോട്ട് വരികയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇത് AC എന്നുള്ള ലൈനാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ സാധാരണ അതിൽ 90 മുതൽ 150 വരെ. ഇവിടെ ഇപ്പോൾ 0 മുതൽ 90 വരെ, 90 മുതൽ 150 വരെ. അടുത്ത ക്വാഡ്രന്റിലേക്ക് വരുമ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ബെയറിംഗ് വന്നിരിക്കുന്നത് കണ്ടില്ലേ, ഇത്രയും വന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ്യൂസ്ഡ് ബെയറിംഗ് കാണണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ കാണേണ്ടത്, 180 മൈനസ് WCB. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? ഇവിടം തൊട്ടിട്ട് ഇതുവരെ 180 നമ്മളെ RB എന്ന് പറഞ്ഞത് ഏതാണ്? ഇവിടം തൊട്ട് ഇതുവരെയാണല്ലോ നമ്മൾ എടുക്കുക. അതായത്
90 ഡിഗ്രി അല്ലേ നമുക്ക് ആർ ബി റെഡ്യൂസ്ഡ് ബെയറിംഗ് അല്ലെങ്കിൽ ക്വാഡ്രന്റ് ബെയറിംഗ് മെഷർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആർ ബി എന്ന് പറയുന്നത് സൗത്ത് സെക്കൻഡ് ക്വാഡ്രന്റിലായതുകൊണ്ട് സൗത്ത് ഈസ്റ്റിൽ ഈ ഇതാണ് കിട്ടേണ്ടത്, ഈ ആംഗിളാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഇത് മുതൽ ഇതുവരെ 150 ഡിഗ്രി അതിന്ന് നമ്മളെ ഏതാ 180 മൈനസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ആർ ബി സീക്വൽ ടു 180 ഇവിടെ തൊട്ടിട്ട് ഇതുവരെ മൈനസ് ഈ ഡബ്ല്യു സി ബി, ഈ ഇവിടെ മുതൽ ഇതുവരെയുള്ള ഡബ്ല്യു സി ബി, ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ആംഗിൾ കിട്ടും. ഇതാണ് രണ്ടാമത്തെ കേസിൽ വരുന്നത്, അതായത് രണ്ടാമത്തെ ക്വാഡ്രന്റിൽ. ഇനി മൂന്നാമത്തെ ക്വാഡ്രന്റിൽ എന്താ നമുക്ക് നോക്കാം. മൂന്നാമത്തെ ക്വാഡ്രന്റിൽ നമുക്ക് വരുന്നത് എ ഡി എന്നുള്ളൊരു ലൈനാണ് വിചാരിക്കുക. ഇവിടെ എന്താ പിന്നെ നോക്കാം, നമ്മളെ ഡബ്ല്യു സി ബി ഇവിടം തൊട്ടിട്ട് ഇതുവരെ നമ്മൾ മെഷർ ചെയ്യും. അതെന്ന് വെച്ചാൽ മൂന്നാമത്തെ ക്വാഡ്രന്റിലാണ് വരിക, അത് ഇതുവരെ മെഷർ ചെയ്യും. നമ്മളെ ആർ ബി ഇത് മുതൽ ഇതുവരെയുള്ള ആർ ബി എങ്ങനെയാണ് വരിക എന്നുള്ളത് വെച്ചാൽ റെഡ്യൂസ്ഡ് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടം തൊട്ട് ഇതുവരെയുള്ള നമ്മൾ എടുക്കുക. മൂന്നാമത്തെ ക്വാഡ്രന്റിൽ സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇങ്ങനെയല്ലേ വരിക. അപ്പോൾ ഇവിടം വരെയുള്ളത്, അപ്പോൾ ഇവിടം തൊട്ട് ഇതുവരെയുള്ള കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണ്ടി വരും? ഈ 100 ഡബ്ല്യു സി ബി, അതായത് ഡബ്ല്യു സി ബി എവിടെയാണ്? ഇവിടം തൊട്ടിട്ട് ഇതുവരെ ഉണ്ട്, അതല്ലേ ഡബ്ല്യു സി ബി. ദെൻ ആ ഡബ്ല്യു സി ബിന്ന് ഇത്ര അങ്ങോട്ട് മൈനസ് ചെയ്യണം, 150. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏതാണ്? ആർ ബി സീക്വൽ ടു ഡബ്ല്യു സി ബി മൈനസ് 150. അത് ഈ മൂന്നാമത്തെ ക്വാഡ്രന്റിലെ കേസാണ്. മനസ്സിലായിണ്ടാവും വിചാരിക്കണം. ഇനി നാലാമത്തെ ക്വാഡ്രന്റ് നമുക്ക് നോക്കാം. നാലാമത്തെ ക്വാഡ്രന്റിൽ എ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈനാണ്, എ എഫ് എന്നുള്ള ലൈൻ. ഈ എ എഫിൽ എന്താണ്ടായിരിക്കും നോക്കും. അവിടുത്തെ എ എഫ് എന്നുള്ള ലൈനിന്റെ നാലാമത്തെ ക്വാഡ്രന്റ്. അപ്പോൾ 270 ഇവിടെ 270 ഉണ്ടാവില്ല, 270 മുതൽ 360 ഡിഗ്രി വരെയാണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ 90 ഡിഗ്രി എത്ര തന്നെ ഉണ്ടാവുക. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം ആർ ബി എങ്ങനെ, അതിൻ്റെ ആർ ബി എങ്ങനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. 360 മൈനസ് ഡബ്ല്യു സി ബി എന്ന് വെച്ചാൽ ഇവിടുത്തെ റെഡ്യൂസ്ഡ് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ടിട്ട് ഇതുവരെയുള്ള ആംഗിളാണ് നമുക്ക് കിട്ടേണ്ടത്. എന്ന് വെച്ചാൽ നോർത്ത് വെസ്റ്റിൽ ഇവിടം തൊട്ട് ഇതുവരെയുള്ള. അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇവിടം തൊട്ടിട്ട് ഇതുവരെ 360 നമുക്കറിയാം. ആ 360 ഡിഗ്രിന്ന് ഇത്രയും എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താണ് ഡബ്ല്യു സി ബി ആണ്. ഇവിടം തൊട്ടിട്ട് ഇതുവരെയുള്ള വോൾ സർക്കിൾ ബെയറിംഗ് ആണ്. അപ്പോൾ 360 ഇത്രയും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? ഈ ഇത് കിട്ടും. അത് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നോർത്ത് വെസ്റ്റ്. എത്ര വെച്ചാൽ അത്ര, ഇത് എത്ര ആംഗിൾ വെച്ചാൽ അത്ര, നോർത്ത് വെസ്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഡബ്ല്യു സി ബി ആർ ബി എന്ന റെഡ്യൂസ്ഡ് ബെയറിംഗ് കൂടി നമ്മൾ കണ്ടുപിടിക്കുന്നതും കൺവേർട്ട് ചെയ്യുന്നതും. അപ്പോൾ അത് ഒന്നുകൂടി നോക്കാം. എ ബി ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമുക്ക് ആർ ബി ഈക്വൽ ടു ഡബ്ല്യു സി ബി. ഞാൻ പറഞ്ഞ ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രം രണ്ടും ഒരേ മാതിരി ആയിരിക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല. നമുക്കങ്ങനെ ഇവിടെ തൊട്ടുള്ള ഇവിടെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ അത് തന്നെ ആയിരിക്കും മറ്റതും. അപ്പോൾ അതങ്ങനെ. എ സി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ 90 മുതൽ ഇവിടുന്ന് തൊട്ടിട്ട് ഇതുവരെ 180 ഡിഗ്രി വരെയാണ്. അപ്പോൾ നമ്മൾ ആർ ബി ഈക്വൽ ടു, അതായത് ടോട്ടൽ ഇതിന്ന് ഇത് മൈനസ് ചെയ്യുക. അപ്പോൾ 150 മൈനസ് 150 നിന്ന് ടോട്ടൽ ഇവിടെ തൊട്ട് ഇതുവരെയുള്ള 150 നിന്ന് നിങ്ങൾ ഡബ്ല്യു സി ബി ആണ് മൈനസ് ചെയ്താൽ ഇത്രയും കിട്ടും, സൗത്ത് ഈസ്റ്റ് ആയിരിക്കും. മൂന്നാമത്തത് എ ഡി ആണ്. എ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബ്ല്യു സി ബി മൈനസ് 150 ഡിഗ്രി. ഇവിടെ തൊട്ടിട്ട് വരെയാണ് ഡബ്ല്യു സി ബി. നമുക്ക് കിട്ടേണ്ടത് സൗത്ത് വെസ്റ്റിൽ ഇത്ര മുതൽ ഇത്ര വരെയാണ്. ഇവിടുന്ന് 150 മൈനസ് ചെയ്താൽ ഓക്കെ. ഈ നാലാമത്തെ 360 ഡിഗ്രി പറഞ്ഞാൽ ആർ ബി ഈക്വൽ ടു 360 ഡിഗ്രി മൈനസ് ഡബ്ല്യു സി ബി. എന്ന് വെച്ചാൽ ഇവിടെ തൊട്ട് നമുക്ക് കിട്ടേണ്ടത് നോർത്ത് വെസ്റ്റിൽ ഇത്രയാണ് നമ്മളെ റെഡ്യൂസ്ഡ് ബെയറിംഗ്. അത് കിട്ടാൻ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡബ്ല്യു സി ബി 360 മൈനസ് ചെയ്യുക. അപ്പോൾ ഇത് കിട്ടും. ഇത്രയാണ് നമുക്ക്. അതിൻ്റെ ഒരു ടേബിൾ ഉണ്ട്, നിങ്ങളുടെ നോട്ടിൽ നോക്കി വായിച്ചാൽ മതി, നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇനി മറ്റൊന്നുള്ളത്, അത് നമ്മളിപ്പോൾ ഡബ്ല്യു സി ബി ആർ ബി ആക്കുന്നത് ആണ് കണ്ടുപിടിച്ചത്. ഇനി ഈ ഇതിലുള്ള ഇതൊന്ന് നോക്കാം, അതായത് ആർ ബി റോൾ, ഇതിൻ്റെ റോൾ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, മറ്റേതിനെക്കാളും കുറച്ചുകൂടി ഈസിയാണ്. ഇപ്പോൾ എ ബി എന്നുള്ള ലൈൻ, അപ്പോൾ ഇതിൻ്റെ നമ്മൾ ആർ ബി എങ്ങനെ പറയാം? നോർത്ത് ആൽഫ ഡിഗ്രി ഈസ്റ്റ് ഇവിടുന്ന് മെഷർ ചെയ്യുമ്പോൾ ഇത് നമ്മളെ സർവേസ് കോമ്പസിലുള്ള ആർ ബി. അപ്പോൾ ഇത് കറക്റ്റ് ഇത്ര തന്നെ. ഇനി ഇതിൻ്റെ
ഇതിനെ നമുക്ക് WCB ആക്കണം. നേരത്തെ നമ്മൾ RB ആണ് ആക്കിയത്. ഇനി ഇതിനെ നമുക്ക് WCB ആക്കണം. ഇതിനെ WCB ആക്കാൻ ഒന്നുമില്ല, നമ്മൾ ആദ്യത്തെ അതേ കണ്ടീഷൻ തന്നെ, ഒരു മാറ്റമില്ല. അതാ ഇവിടെ തൊട്ട് ഇതുവരെ ഉള്ളത് തന്നെ, ഈ ആംഗിൾ തന്നെയാണ് അതിൻ്റെ WCB എന്ന് പറഞ്ഞു. ഇനി അടുത്തത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലെ WCB = RB, ഒരു മാറ്റമില്ല. ഇനി നമുക്ക് AC എന്നുള്ള ഒരു ലൈൻ നോക്കാം. ഇതാണ് AC എന്നുള്ള ലൈൻ. AC എന്നുള്ള ലൈനിൻ്റെ പ്രത്യേകത എന്താ? മെഷർ ചെയ്യുന്നത് നമ്മൾ സൗത്ത് ഈസ്റ്റിലാണ് മെഷർ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ മെഷർ ചെയ്തിരിക്കുന്നത്. ഇത് RB ആണ്, അതായത് സർവേസ് കോമ്പസ് ആണ്. അപ്പോൾ ഈ ബീറ്റ എന്ന് പറഞ്ഞത് സൗത്ത് ഈസ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കിട്ടേണ്ടത് ഇതിൻ്റെ WCB ആണ്. അപ്പോൾ WCB എന്ന് പറഞ്ഞാൽ ശരിക്ക് ഞാൻ വരച്ചുതരാം. ഇത് മുതൽ ഇതുവരെ ഉള്ളതാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതല്ലേ കിട്ടേണ്ടത്? അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? WCB ആണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മളിപ്പോൾ ഇതാണ് പറഞ്ഞത്. WCB എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ടിട്ട് ഇതുവരെ ഉണ്ടായിരിക്കും, ഇതുവരെ കിട്ടണം. അപ്പോൾ അതിനെന്താ വേണ്ടി വരിക? ഇതാ നോക്കൂ, ഇത് മുതൽ ഇതുവരെ നമുക്കറിയാം 180 ഡിഗ്രി ആണെന്നുള്ളത്. ഇത് 180 ഡിഗ്രി ആണെന്നുള്ളത് നമുക്കറിയാം. അതിനോടുകൂടി ഇതും കൂടി കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ അതെ, ഇവിടെ തൊട്ടിട്ട് ഇതുവരെ 180, ഇതുകൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് WCB കിട്ടും. അപ്പോൾ 180 പ്ലസ് RB കണ്ടോ, 180 പ്ലസ് RB. ഇത് 180, ഈ RB കൂട്ടിയാൽ നമുക്ക് ഏത് കിട്ടും? തേർഡ് ക്വാഡ്രന്റിലുള്ള WCB കിട്ടും. ഇനി അടുത്ത ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. അതിലെന്താ വരിക നോക്കൂ. നമുക്ക് കിട്ടേണ്ടത് ഇതാണ്. നമുക്ക് കിട്ടേണ്ടത് ഇവിടം തൊട്ടിട്ട് ഇതുവരെ ഉള്ളതാണ്. അപ്പോൾ ഇവിടം തൊട്ടിട്ട് ഇവിടെ വരെയുള്ളത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടം തൊട്ടിട്ട് ഇതുവരെ നമുക്ക് 360 എന്നറിയാം ആണല്ലോ. അപ്പോൾ ഇവിടം തൊട്ടിട്ട് ഇതുവരെയുള്ള 360 ഈ ബിയറിംഗ് മൈനസ് ചെയ്താൽ മതി. ആൽഫ എന്നുള്ള ബിയറിംഗ് ബി എന്നുള്ള അല്ലെങ്കിൽ ആൽഫ എന്നുള്ളത് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടം തൊട്ടിട്ടുള്ള WCB കിട്ടും. അപ്പോൾ RBന്ന് WCB ഉണ്ടാക്കുന്നതും നേരത്തെ നമ്മൾ WCBന്ന് RB ഉണ്ടാക്കുന്നു, ഈ രണ്ട് മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ പഠിച്ചത്. അപ്പോൾ അതിൽ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നമ്മളെ ബുക്കിൽ നോക്കിയാൽ നല്ല വ്യക്തമായിട്ട് കിട്ടും. നിങ്ങൾ ഈ ആംഗിൾ പരിശോധിക്കുക. അതിന് ഈ നമ്മൾ WCB എന്താണെന്ന് RB എന്താ അറിയണം. എന്നാൽ പെട്ടെന്ന് ഇത് നോക്കിയാൽ ആ ചാർട്ട് നോക്കിയാൽ കൃത്യമായിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ കൺവേർഷൻ, അതായത് WCB ടു RBയും RB ടു WCB. അപ്പോൾ അതൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി നമുക്ക് പെട്ടെന്ന് അടുത്തതുള്ളത് ഫോർ ബിയറിംഗ് ആൻഡ് ബാക്ക് ബിയറിംഗ്. അതെന്താണെന്നുള്ളത് നോക്കാം. ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗും ഇപ്പോൾ ഗ്രൗണ്ടിലുള്ള രണ്ട് പോയിന്റുകളാണ് A ആൻഡ് B. എയും ബിയും രണ്ട് പോയിന്റുകളാണ്. നമ്മൾ ഗ്രൗണ്ടിൽ എടുത്ത പോയിന്റുകളാണ്. നമ്മളിവിടെ കോമ്പസ് ഫിക്സ് ചെയ്തു. ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം കോമ്പസ് ഫിക്സ് ചെയ്തതിന് ശേഷം ബിയിലേക്ക് ഒരു സൈറ്റ് എടുത്തു എന്ന്. അപ്പോൾ നമുക്കൊരു ബെയറിംഗ് കിട്ടും, അതാണ് തീറ്റ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്ന ആ ബിയറിങ്ങിനെ, ബിയിലേക്ക് എടുക്കുന്ന ബിയറിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർ ബിയറിംഗ്. ഷോർട്ടായിട്ട് നമ്മൾ ഫോർ ബിയറിംഗ് പറയും, FB എന്ന് കൊടുക്കും. ഫോർ ബിയറിങ്ങിനെ FB എന്ന് പറയും. അപ്പോൾ അത് തീറ്റയാണ്. ഈ ആംഗിളാണ് നമ്മൾ ഫോർ ബിയറിംഗ്. അപ്പോൾ AB ലൈന് എയിൽ ഫിക്സ് ചെയ്തിട്ട് ബിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന, നോർത്ത് നിന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന ഈ ലൈനായിട്ട് കിട്ടുന്ന ആംഗിൾ, അതാണ് ഫോർ ബിയറിംഗ്. ഇനി നമുക്ക് അടുത്തത് ബാക്ക് ബിയറിംഗ് ആണ്. അതേ ലൈൻ തന്നെ, ഞാൻ ഫിഗർ ഒന്ന് മാറിയിട്ടുള്ളൂ, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഫിഗർ നോക്കാം, എയും ബി തന്നെയാണ്. നേരത്തെ നമ്മൾ ഇൻസ്ട്രുമെന്റ് ഇവിടെ ഫിക്സ് ചെയ്തിരുന്നു, ഇപ്പോൾ ഇവിടെ ഫിക്സ് ചെയ്യുന്നു. അതേ ഇൻസ്ട്രുമെന്റ് ഇവിടെ ഫിക്സ് ചെയ്തിട്ട് നേരെ ബിയിലേക്ക് നോക്കും. നേരത്തെ എന്ന് ബിയിലേക്ക് നോക്കി, ഇപ്പോൾ ബിന്ന് എയിലേക്ക് നോക്കി. അപ്പം നമുക്ക് കിട്ടുന്ന ബിയറിങ്ങിന് നോർത്തുനിന്ന് നേരെ നമ്മളെ ഈ ലൈനിലേക്ക് കിട്ടുന്ന ഈ ബിയറിങ്ങിനെ നമ്മൾ പറയുന്നതാണ്, നമ്മൾ പറയും എന്താ പറയുക, ബാക്ക് ബിയറിംഗ് എന്ന് പറയും. അപ്പോൾ ആദ്യം പറഞ്ഞത് ഫോർ ബിയറിംഗ്, ഇപ്പോൾ പറയുന്നത് ബാക്ക് ബിയറിംഗ്. അപ്പോൾ ഇതാണ് ഫോർ ബിയറിങ്ങും ബാക്ക് ബിയറിങ്ങും. അപ്പോൾ അതിൽ ഈ ഫോർ ബിയറിങ്ങും ബാക്ക് ബിയറിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കുന്നവർ. അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ കൂടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കുക, എന്താ ഈ ഫോർ ബിയറിംഗ് ബാക്ക് ബിയറിംഗ് ആൾവേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർ ബിയറിംഗ് BB ആൻഡ് FB, ഫോർ ബിയറിംഗ് ആൻഡ് ബാക്ക് ബിയറിംഗ്
ഷുഡ് ബി 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എങ്ങനെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ ഫോർ ബിയറിംഗ് എന്ന് പറഞ്ഞത് ഇതായിരിക്കുമല്ലോ, ഇതായിരിക്കും ഫോർ ബിയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബാക്ക് ബിയറിംഗ് ആയിരിക്കും. ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതായിരിക്കും ഇതിൻ്റെ ഫോർ ബിയറിംഗ്. അതായത് ഇവിടെ തൊട്ടിട്ട് ഇതുവരെ ഉള്ളതായിരിക്കും ഫോർ ബിയറിംഗ്. ബാക്ക് ബിയറിംഗ് ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, നമുക്കറിയാം രണ്ട് പാരലൈൻസിനെ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചെരിച്ചായാലും എങ്ങനെയായാലും ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതേ തത്വമാണ് ഇവിടെയും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്, എങ്ങനെയാണെന്നുള്ളത് വരുന്നത് ഞാൻ ഇതിൽ നിന്ന് കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്ന ഈ ലൈനും ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ ആംഗിളും ഈക്വൽ. നമ്മൾ പറഞ്ഞ നിയമം എന്താണ് ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗും തമ്മിലുള്ള ഡിഫറൻസ് 180 ആയിരിക്കും. അപ്പോൾ ഇതാണ് ബാക്ക് ബിയറിംഗ്. ബാക്ക് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇതുവരെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവുക? 180 ഡിഗ്രി ഇതുവരെ ഉണ്ടാവും. കഴിച്ചുള്ള ആംഗിൾ ഇതാണ്. അപ്പോൾ അതന്നെയാണ് ഇതന്നെയാണ് ഫോർ ബിയറിംഗ്. അപ്പോൾ ഈ 180 ഡിഗ്രിന്ന് ഈ ഫോർ ബിയറിംഗ് ആണ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതെ ഇതാണ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്? 180 ഡിഗ്രി ആയിരിക്കും. അതന്നെയാണ് അതിൻ്റെ തത്വം. എന്നുവെച്ചാൽ ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും 180 ഡിഗ്രി. അപ്പോൾ ഇതിൽ മാത്രം ഒന്ന് നോക്കിയിട്ട് ഒന്നും പറയാം, ഇത് മുതൽ ഇതുവരെ നമ്മൾ ബാക്ക് ബിയറിംഗ്, അതിന്ന് ഫോർ ബിയറിംഗ് മൈനസ് ചെയ്യുക. ഫോർ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അതേ ആംഗിൾ ആയിരിക്കും ഇത് മുതൽ ഇതുവരെ ഉള്ളത്. അപ്പോൾ ഇവിടെ തൊട്ട് ഇതുവരെ ഇത് മൈനസ് ചെയ്താൽ 150. ഇത് ഏത് ക്വാഡ്രന്റിൽ ഇങ്ങനെ നിങ്ങൾ വരച്ച് വെക്കൽ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗും നമ്മൾ എപ്പോൾ ഇതാക്കിയാലും 180 ഡിഗ്രി കിട്ടാനുള്ളൊരു കാരണം. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗ് ഓഫ് എ ലൈൻ, ഒരു ലൈനിന്റെ ബാക്ക് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഫോർ ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രിയാണ്. ഇതവിടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി, കൂട്ടലും കുറയ്ക്കലും. അപ്പോൾ ഏതൊരു ലൈനിൻ്റെയും ബാക്ക് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഫോർ ബിയറിംഗിനോട് കൂടി ഒന്നുകിൽ 150 ഡിഗ്രി കൂട്ടുക, അല്ലെങ്കിൽ ഫോർ ബിയറിംഗിനോട് 180 ഡിഗ്രി കുറയ്ക്കുക. അപ്പോൾ അതിനൊരു കണ്ടീഷനോടെയും പറഞ്ഞിട്ടുണ്ട്, യൂസ് പ്ലസ് സൈൻ. എപ്പോഴാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് നോക്കുക. ഈ ഫോർ ബിയറിംഗിനോട് കൂടി 150 ഡിഗ്രി എപ്പോഴാണ് ആഡ് ചെയ്യേണ്ടത്? യൂസ് പ്ലസ് സൈൻ ഇഫ് ദ ഗിവൺ ഫോർ ബിയറിംഗ് ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി. നിങ്ങളെ ഫോർ ബിയറിംഗ് 150 ഡിഗ്രിയിൽ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 180 ആഡ് ചെയ്യുക. അല്ലെങ്കിലോ ആൻഡ് ഗ്രേറ്റർ ദാൻ, അങ്ങനെ വരികയാണെങ്കിൽ എക്സീഡ്സ് 150 വരികയാണെങ്കിൽ നിങ്ങൾ മൈനസ് ചെയ്യും. അതിന് നമുക്കൊരു ഉദാഹരണം ഇവിടെ നോക്കാം. ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേസ്, പ്ലസ് ഓർ മൈനസ്. ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഫോർ ബിയറിംഗ് 180 ഡിഗ്രിയിൽ കുറവാണ്. ഇത് 180 ഡിഗ്രി കുറവല്ലേ, ഇത് 90 ഡിഗ്രി ഇത്രയേ ഉള്ളൂ. അപ്പോൾ 180 ഡിഗ്രിയിൽ കുറവാണ്. ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ പറയും. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ബിയറിംഗ് പറഞ്ഞാൽ ഫോർ ബിയറിംഗ് പ്ലസ് 180 ഡിഗ്രി എന്നാണ് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. അതെന്താ നോക്കാം. അപ്പോൾ നോക്കിക്കോളൂ, ഫോർ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി. ഇനി ബാക്ക് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തൊട്ടിട്ട് ഇതുവരെ ഉള്ളതാണ് ആണല്ലോ. അപ്പോൾ ബാക്ക് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടായിട്ടാ, ഇവിടെ നിന്ന് തൊട്ടിട്ട് ഇതുവരെ 150 ഡിഗ്രിയാണ്. അത് സംശയമല്ല എല്ലാവർക്കും. ഞാൻ വേറെ വരച്ചിട്ടുണ്ട്. ഇതുവരെ 150 ഡിഗ്രി ആണെന്ന് നമുക്ക് സംശയമല്ല. അതിനോട് കൂടി നമ്മൾ ഫോർ ബിയറിംഗ് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഈ ബിയറിംഗ് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് അർത്ഥം. എന്ന് വെച്ചാൽ ഇതന്നെ ഈ കൂട്ടണം തന്നെ ആയിരിക്കും ഇത് കൂട്ടുക. അപ്പോൾ നോക്കൂ, ക്ലിയർ ആയില്ലേ?
ഈ ഇവിടെ തൊട്ടിട്ട് ഇതുവരെ. അപ്പോൾ ബാക്ക് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ഫോർ ബിയറിംഗ് പ്ലസ് 180 ഡിഗ്രി, ഈ ഡിഗ്രി. ഈ ഫോർ ബിയറിംഗ് തന്നെയാണ് ഇത്, അതിനോട് കൂടി ഈ 180 കൂട്ടിയാൽ ബാക്ക് ബിയറിംഗ്. ഇതാണ് പറഞ്ഞ കണ്ടീഷൻ. ഇവിടുത്തെ കണ്ടീഷൻ എന്ത് ചെയ്യുന്നു, ഇഫ് ഫോർ ബിയറിംഗ് ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി. ഇനി ഇത് നോക്കൂ, ഇതെന്താ ഉണ്ടാവുക, ഇവിടുത്തെ കേസ് ഒന്ന് നോക്കാം. ഇവിടെ ഇതാണ് ഫോർ ബിയറിംഗ്, ഇതാണ് ബാക്ക് ബിയറിംഗ്. ഇവിടെ നമുക്ക് എന്താ ഉണ്ടായിട്ടുണ്ടാവുക നോക്കാം. നോക്കൂ, ഇവിടെ ഇതാണ് ഫോർ ബിയറിംഗ് ആയിട്ട് എടുക്കുന്നത്, ഇത് ഇതിന്റെ ബാക്ക് ബിയറിംഗ് ആണ്. ഇവിടുത്തെ കണ്ടീഷൻ എന്താ, ഇത് മുതൽ ഇതുവരെ 180 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ ഫോർ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 180 ഡിഗ്രീനെക്കാട്ടിലും കൂടിയില്ലേ, ഇതുവരെ 180, ഇത്രയും കൂടി. ഇതാണ്, ഇത് ഫോർ ബിയറിംഗ് ആണ്. ഇവിടെ ഇങ്ങോട്ടാണ് നമ്മൾ നോക്കുന്നതായിട്ട് അസ്യൂം ചെയ്യുന്നത്, അതായത് ഈ സ്റ്റേഷനിൽ ഇങ്ങോട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇത് ഫോർ ബിയറിംഗ്, ഇത് ബാക്ക് ബിയറിംഗ് ആയിട്ട് മാറും. അങ്ങനെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരെ ഉള്ളത് 180 കൂടി. ഇനി നോക്കൂ നമ്മളെ കണ്ടീഷൻ, ഇതിന്റെ ബാക്ക് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു ഫോർ ബിയറിംഗ് മൈനസ് 180. എന്ന് വെച്ചാൽ എന്താണ്, ഇത് ഫോർ ബിയറിംഗ് ആണ്, ഇത് അതന്നെ ആയിരിക്കും. സോറി, ഈ ഫോർ ബിയറിംഗ് ഇതാണല്ലോ ഫോർ ബിയറിംഗ്, ഈ ഫോർ ബിയറിംഗ് നമ്മൾ 180 ഡിഗ്രി മൈനസ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇവിടെ തൊട്ടിട്ട് ഇതുവരെയുള്ളത് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതായിരിക്കും, അതന്നെയല്ലേ ഇത്. അപ്പോൾ ബാക്ക് ബിയറിംഗ് ഗ്രേറ്റർ ദാൻ ഇവിടുത്തെ ഇവിടുത്തെ ഫോർ ബിയറിംഗ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആണ്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ ബാക്ക് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഫോർ ബിയറിംഗ് മൈനസ് 180. എന്ന് വെച്ചാൽ ഈ ഇവിടെ തൊട്ടിട്ട് ഇതുവരെ നിന്ന് ഈ 180 ഡിഗ്രി കുറച്ചാൽ നമുക്ക് ഇത് കിട്ടുന്നതാണ് ആക്ച്വലി കിട്ടേണ്ടത്. അപ്പോൾ അതന്നെ ഇതും ഒന്നാണ്. അതുകൊണ്ട് ഫോർ ബിയറിംഗ്, ഈ ഫോർ ബിയറിംഗ് ഈ 180 മൈനസ് ചെയ്താൽ കിട്ടുന്ന ഈ ആംഗിൾ തന്നെ ആയിരിക്കും ഈ ആംഗിൾ, അതാണ് ബാക്ക് ബിയറിംഗ്. ഇപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്താ, ഫോർ ബിയറിംഗ് ഈസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി. ഇവിടുത്തെ കണ്ടീഷൻ എന്താ, ഫോർ ബിയറിംഗ് ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി. ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു FB പ്ലസ് 180 ഡിഗ്രി. ഗ്രേറ്റർ ദാൻ ആണെന്നുണ്ടെങ്കിൽ ബാക്ക് ബിയറിംഗ് പ്ലസ് FB മൈനസ് 180 ഡിഗ്രി. ഇത്രയാണ് അതിൽ നമുക്ക് പറയാനുള്ളത്. ഇനി അതിൽ ഫോർ ബിയറിങ്ങും ബാക്ക് ബിയറിങ്ങും നമ്മൾ കാണുന്ന വിധം നേരത്തെ നമ്മൾ രണ്ട് രീതിയിൽ പറഞ്ഞു. ഇനി കുറച്ച് എക്സാമ്പിൾസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഫോർ ബിയറിങ് ഈ ബാക്ക് ബിയറിങ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്, അതും കൂടി ഞാൻ പറയാം, എന്നിട്ട് മറ്റേലേക്ക് നമുക്ക് പോവാം. നോക്കൂ, ഈ ഒരു ഫിഗർ നോക്കാം. ABCD സ്മാൾ ലെറ്റർ, ഇത് ഓരോ സ്റ്റേഷൻ പോയിന്റ് ആണ്. നമ്മുടെ ഗ്രൗണ്ടിലുള്ള 4 പോയിന്റുകളാണ്. ഇപ്പം നമ്മൾ എയിൽ കോമ്പസ് വെച്ചിട്ടുണ്ട്, എന്നിട്ട് ബിയിലേക്ക് നോക്കുകയാണ്. ഇവിടെ നമ്മളെ ഫോർ ബിയറിംഗ് എന്ന് പറയുന്നത് ഇത് നമ്മൾ സർവേസ് കോമ്പസിൽ മെഷർ ചെയ്യുന്ന കേട്ടോ ഇപ്പോൾ പറഞ്ഞു തരുന്നത്. അതായത് RBയിൽ റെഡ്യൂസ്ഡ് ബിയറിംഗിൽ എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത്. നേരത്തെ നമ്മൾ WCBയിലാണ് പറഞ്ഞത്. അപ്പോൾ ഇത് സർവേസ് കോമ്പസിൽ എങ്ങനെയാണെന്നുള്ള നമുക്ക് അറിയണ്ട, അതിനാണ് ഇപ്പോൾ ഈ പറയുന്നത്. അതിൽ ABCD എന്ന് പറഞ്ഞ 4 പോയിന്റ് ഗ്രൗണ്ടിലുള്ളതാണ്. AB എന്നുള്ള ഒരു ലൈന് ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്തു, ഇവിടെ ഫിക്സ് ചെയ്തിട്ട് ബിയിലേക്ക് നോക്കുകയാണ്. അപ്പം നമ്മളെ സർവേസ് കോമ്പസ് ആണ്, മറക്കരുത്. ഇവിടുത്തെ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് നമ്മൾ ഈ ലൈൻ കിടക്കുന്നത്. AB എന്നുള്ള ഇവിടെ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് മെഷർ ചെയ്യല് പഴയ കണക്ക് പ്രകാരം നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്, സൗത്ത് ടു ഈസ്റ്റ്, ഇവിടെ തൊട്ടിട്ട് ഇതുവരെയല്ലേ നമ്മൾ മെഷർ ചെയ്യാം, സെക്കൻഡ് ക്വാഡ്രന്റിലായതുകൊണ്ട്. ഇനി അപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് ഇതിപ്പോൾ ഒരു 45 ഡിഗ്രി ഉണ്ട് വിചാരിച്ചോളൂ, ഈ സാധനം 45 ഡിഗ്രി. ഇതിലെങ്ങനെ നമ്മൾ പറയാം, സൗത്ത് 45 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയും ഇവിടുത്തത്, ഈ ആംഗിൾ ബിയറിംഗ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബാക്ക് ബിയറിംഗ് എടുത്തു, അതായത് ഇൻസ്ട്രുമെന്റ് ഇവിടെ കൊണ്ടുപോയി ഫിക്സ് ചെയ്തു, എന്നിട്ട് ബിന്ന് എയിലേക്ക് നോക്കി.
അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഏതായിരിക്കും? ഇങ്ങനെയല്ല വരിക, അത് ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ്. നമുക്ക് കിട്ടുന്നത് നോർത്ത് വെസ്റ്റിൽ ഇതായിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ബിയറിംഗ് നോർത്ത് വെസ്റ്റിൽ, അതായത് ഫോർത്ത് ക്വാഡ്രന്റിലാവും ഈ ലൈൻ വരിക ഇവിടെ വയ്ക്കുമ്പോൾ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ആംഗിൾ മെഷർ ചെയ്യും. അപ്പോൾ എന്താ വരിക? നോർത്ത് വെസ്റ്റിൽ. ഈ ആംഗിൾ തന്നെയല്ലേ ഈ ആംഗിൾ? ഇതിപ്പോൾ 45 ഡിഗ്രി ആണെങ്കിൽ ഈ ഓപ്പോസിറ്റ് അല്ലേ? അപ്പോൾ ഇത് 45 അല്ലേ ആവുക? ഇപ്പോൾ ഇവിടെ ഈ കോമ്പസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അളവിന് ഒരു മാറ്റം വരില്ല, പക്ഷേ ഡയറക്ഷന് മാറ്റം വരും. ഇപ്പോൾ ഇവിടെ സംഭവിച്ച് നോക്കിക്കോളും. ഇത് 45 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതാമെന്നറിയോ? സൗത്ത് 45 ഡിഗ്രി ഈസ്റ്റ് എന്ന് എഴുതും. ഇവിടെ നമ്മൾ എന്താ എഴുതുക? അതേ തന്നെ 45 ഡിഗ്രിക്ക് മാറ്റല്ല, പക്ഷെ എന്തായിരിക്കും? നോർത്ത് 45 ഡിഗ്രി വെസ്റ്റ് എന്ന് എഴുതും. ഇങ്ങനെയാണ് ഇതിൽ വരിക. ഇനി അടുത്ത ലൈൻ നമുക്ക് ഇത് നോക്കാം. നമ്മൾ ബിന്ന് സിയിലേക്ക് നോക്കി. അപ്പോൾ നമ്മൾ സർവീസ് കോമ്പസ് ആണ് കേട്ടോ, അത് മറക്കരുത്. നമുക്ക് ഇവിടെ കിട്ടിയ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? സൗത്ത് നിന്ന് ഇങ്ങോട്ടാണ് വരിക അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ബെയറിംഗ് കിട്ടി. ഇത് ഒരു 50 ഡിഗ്രി ഉണ്ട് വിചാരിച്ചോളൂ. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ അപ്പോൾ 50 ഡിഗ്രി ആയിരിക്കും, അതിന് മാറ്റമില്ലല്ലോ. ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ ഇവിടെ മെഷർ ചെയ്യുമ്പോൾ പറയും സൗത്ത് 50 ഡിഗ്രി വെസ്റ്റ് എന്ന് പറയും. പക്ഷെ ഇവിടെയോ? ഇവിടെ 50 ഡിഗ്രിക്ക് ഒരു മാറ്റം വരുന്നില്ല, പക്ഷെ ഡയറക്ഷൻ മാറി. ഏതാ? നോർത്ത് ഈസ്റ്റ്. നോർത്ത് 50 ഡിഗ്രി ഈസ്റ്റ്. ഇനി ഇതും അതേമാതിരി തന്നെ വരാം. ഇവിടെ അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നോർത്ത് വെസ്റ്റിൽ ഇവിടെ മെഷർ ചെയ്യും, ഇവിടെ സൗത്ത് ഈസ്റ്റിൽ മെഷർ ചെയ്യും. ഈ ആംഗിൾ രണ്ടും ഒന്നാണ്. ഇതിപ്പോൾ 45 ആണ്, 45 തന്നെ, പക്ഷേ ഡയറക്ഷൻ മാറും. എന്താ വരിക? നോർത്ത് വെസ്റ്റ് എന്നുള്ളത് സൗത്ത് ഈസ്റ്റ് ആവും. അതേമാതിരി തന്നെ ഈ ലൈൻ ഇവിടെ മെഷർ ചെയ്യും. ഈ ആംഗിളും ഈക്വൽ ആണ്, പക്ഷെ ഡയറക്ഷൻ മാറും. നോർത്ത് ഈസ്റ്റ് എന്നുള്ളത് എന്താവും? സൗത്ത് വെസ്റ്റ് എന്നാവും. അപ്പോൾ നമ്മൾ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അളവുകൾക്കൊന്നും ഒരു മാറ്റം വരില്ല, പക്ഷേ ഡയറക്ഷൻ മാറും. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, അളവുകളൊക്കെ തന്നെ സെയിം അളവുകൾ തന്നെ ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ സൗത്ത് ഈസ്റ്റ് എന്നുള്ളത് അതിൻ്റെ ഫോർ ബെയറിംഗ് സൗത്ത് ഈസ്റ്റ് എന്നുള്ളത് അതിൻ്റെ ബാക്ക് ബെയറിംഗ് വരുമ്പോൾ അളവുകൾക്ക് മാറ്റമില്ലാതെ അത് നോർത്ത് വെസ്റ്റ് എന്ന് വരും. പിന്നെ സൗത്ത് വെസ്റ്റ് എന്നുള്ളത് എന്തായി മാറും? നോർത്ത് ഈസ്റ്റ് ആയിട്ട് മാറും. ഇവിടുന്ന് നോർത്ത് വെസ്റ്റ് എന്നുള്ളത് സൗത്ത് ഈസ്റ്റ് ആയിട്ട് മാറും. നോർത്ത് വെസ്റ്റ് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ ബാക്ക് ബിയറിംഗ് എന്തായിട്ട് മാറും? സൗത്ത് വെസ്റ്റ്, അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് എന്നുള്ളത് നോർത്ത് ഈസ്റ്റ് ആയിട്ട് മാറും. ഈ ക്വാഡ്രന്റിലേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ച് നോക്കിയാൽ മതി, നമുക്ക് പെട്ടെന്ന് കിട്ടും ഏതൊക്കെയാണ് ഡയറക്ഷൻ മാറുന്നത്. ആംഗിൾ ഏതാ വെച്ചാൽ അത് അതേമാതിരി എഴുതുക, ഈ ഡയറക്ഷൻ മാത്രം ചേഞ്ച് ചെയ്യും. ഇതാണ് ഫോർ ബിയറിങ്ങും ബാക്ക് ബിയറിങ്ങും നമ്മളെ സർവീസ് കോമ്പസിൽ, അതായത് റെഡ്യൂസ്ഡ് ബിയറിങ്ങിൽ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതാണ് ഇതിലിനി പറയാനുള്ളത്. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഒന്ന് രണ്ട് പ്രോബ്ലംസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നോട്ട്സിൽ നോക്കി ചെയ്യുക. ഒന്ന് രണ്ടെണ്ണം നമുക്ക് നോക്കാം. ഇതിലൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. പ്രോബ്ലം കൺവേർഷൻ ഓഫ് ബിയറിംഗ്. കൺവേർട്ട് ദ ഫോളോയിങ് WCB ടു ക്വാഡ്രന്റൽ ബിയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വാഡ്രന്റൽ ബിയറിംഗ്. അപ്പോൾ ക്വാഡ്രന്റൽ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ കൺവേർട്ട് ദ ഫോളോയിങ് WCB ഹോൾ സർക്കിൾ ബെയറിംഗ് ടു ക്വാഡ്രന്റൽ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ RBN ആണ് കേട്ടോ, ആടെ കൂടെ മാറരുത്, അത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ 12 ഡിഗ്രി 30 മിനിറ്റ്, 160 ഡിഗ്രി 30 മിനിറ്റ്, 210, 30, 255, ഇതെല്ലാം ഹോൾ സർക്കിൾ ബെയറിംഗ് ആണ്. നമുക്ക് അതിനെ എന്ത് ചെയ്യണമെന്ന് അറിയോ? നമുക്ക് RB ആക്കണം. RB ആക്കാന്ന് പറഞ്ഞാൽ ആദ്യത്തെ 12 ഡിഗ്രി 30 മിനിറ്റ് നോക്കാം. എവിടെയാണ് 12 ഡിഗ്രി 30 മിനിറ്റ്? ഫിഗർ ഉണ്ട് ഇവിടെ. ഈ ഫിഗർ ഒന്ന് നോക്കിയാൽ നമുക്ക് നോക്കൂ, 12 ഡിഗ്രി 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരിക. ഇതാ നോർത്തുനിന്ന് ഇതാ ഈ ഗ്യാപ്പ്, ഇതാണ് 12 ഡിഗ്രി. ഇത് നമ്മൾ WCBയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ RB = WCB. അപ്പം പക്ഷേ ഈ WCBനെ RB ആക്കുമ്പോൾ ഡയറക്ഷൻ പറയണം. 12 ഡിഗ്രിക്ക് ഒരു മാറ്റമില്ല, 12 ഡിഗ്രി 30 മിനിറ്റ് WCB കറക്റ്റാണ്. അപ്പോൾ എത്ര ഉണ്ടാവുക? ഡയറക്ഷൻ നമ്മൾ എങ്ങനെ പറയാം? നോർത്ത് 12 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് നമ്മുടെ. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി നമ്മൾ രണ്ടാമത്തെ പറഞ്ഞ ഏതായിരുന്നു? 160 ഡിഗ്രി 30 മിനിറ്റ്. അപ്പോൾ എങ്ങനെയാണ് മാറ്റുക നോക്കാം. 160 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയായി? രണ്ടാമത്തെ ക്വാഡ്രന്റിലായി അല്ലേ?
അപ്പോൾ WCB എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടിട്ട് ഇതുവരെ 160 ഡിഗ്രി 30 മിനിറ്റ് ആണ് WCB എന്ന് പറഞ്ഞാൽ. നമുക്ക് കിട്ടേണ്ടത് RB ആണ്. അപ്പോൾ RB എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടിട്ട് ഇതുവരെയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ RB കാണാൻ എന്താ വേണ്ടത്, മൊത്തം 150 ഡിഗ്രിന്ന് ഈ WCB ആണ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ മൊത്തം ഇവിടെ തൊട്ട് ഇതുവരെയുള്ള എത്രയുള്ളത് 150 ഡിഗ്രി, ഇവിടെ തൊട്ടിട്ട് ഇതുവരെ എത്ര ഉള്ളത് 160 ഡിഗ്രി 30 മിനിറ്റ്. അപ്പോൾ നമുക്ക് കിട്ടും 19 ഡിഗ്രി 30 മിനിറ്റ് എന്ന് കിട്ടും. പക്ഷെ അത് മാത്രം എഴുതിയാൽ പോരാ, ഏതാ ഡയറക്ഷൻ കൂടി എഴുതണം. RB ആണ് നമ്മൾ ഇവിടെ മുതൽ സൗത്ത് ഈസ്റ്റ് എത്ര 19 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് എന്ന് എഴുതണം. ഇതാണ് അതിൻ്റെ. ഇനി 210ന്റെ നോക്കൂ. 210 എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റിലാണ് വരിക. തേർഡ് ക്വാഡ്രന്റിൽ നമ്മൾ പറഞ്ഞ നിയമം എന്താണെന്നുള്ളത് ഇപ്പോൾ ഓർമ്മ വേണം. നിയമം ഓർമ്മ വേണം, അല്ലെങ്കിൽ നമ്മൾ വരച്ചു നോക്കിയാലും കിട്ടും പെട്ടെന്ന്. അപ്പോൾ തേർഡ് ക്വാഡ്രന്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് ഇവിടം തൊട്ടിട്ട് സൗത്ത് വെസ്റ്റിൽ ഈ അളവാണ് നമുക്ക് കിട്ടേണ്ടത്, RBയിൽ കിട്ടേണ്ടത്. ഇത് എത്രയെന്ന് അറിയണം. നമ്മളെ ഇത് എത്രയുള്ളത് WCB ഉണ്ടോ, ഇവിടം തൊട്ടിട്ട് ഇതുവരെ 210 ഡിഗ്രി 30 മിനിറ്റ് ആണ്. എന്ന് വെച്ചാൽ ഇത് തേർഡ് ക്വാഡ്രന്റിൽ. അപ്പോൾ തേർഡ് ക്വാഡ്രന്റിൽ നമുക്ക് സൗത്ത് വെസ്റ്റിൽ ഇത്രയാണ് കിട്ടേണ്ടത്. ഇങ്ങനെയുള്ള നമ്മൾ 90 ഡിഗ്രിയാണല്ലോ മെഷർ ചെയ്യുക പിന്നെ RBയിൽ. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഇവിടം തൊട്ടിട്ട് ഇതുവരെ ഉള്ളതെന്ന് ഈ 180 മൈനസ് ചെയ്യുക. അപ്പോൾ 210 ഡിഗ്രി 30 180 മൈനസ് ചെയ്താൽ സൗത്ത് 30 ഡിഗ്രി 30 മിനിറ്റ് വെസ്റ്റ്. അത് ഡയറക്ഷൻ നമ്മൾ കൊടുക്കണം, സൗത്ത് വെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെത്. അപ്പോൾ അങ്ങനെയാണ് WCB RB ആക്കുന്നത്. ഇനി നമുക്ക് വരുന്നുണ്ട് WCB, അതും കൂടി നോക്കാം. 285 എന്നാൽ തേർഡ് ക്വാഡ്രന്റിലായി. എന്ന് വെച്ചാൽ ഇവിടം തൊട്ടിട്ട് ഇതുവരെ എത്രയാണ് 285 ഡിഗ്രി. 285 ഡിഗ്രി. ഓക്കെ, ഇതാ അവിടെ വരച്ചിട്ടുണ്ട്. ഇത് മുതൽ ഇതുവരെ 285 ഡിഗ്രി. നമുക്ക് അതിനെ RB ആക്കണം എന്ന് വെച്ചാൽ RBയിൽ അതെങ്ങനെ വരിക, ഫോർത്ത് ക്വാഡ്രന്റിലായതുകൊണ്ട് നോർത്ത് ടു വെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടം തൊട്ട് ഇതുവരെയുള്ള നമുക്ക് അറിഞ്ഞാൽ മതി. എന്ന് വെച്ചാൽ 360 ഡിഗ്രി ഇവിടം തൊട്ടിട്ട് ഇതുവരെയുള്ള 360 ഡിഗ്രിന്ന് നമ്മളെ WCB ഇവിടം തൊട്ടുള്ള 220 അതാണ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഡയറക്ഷൻ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് 74 ഡിഗ്രി 30 മിനിറ്റ് വെസ്റ്റ് എന്നുള്ളത് കിട്ടും. ഇതാണ് നമ്മളെ കൺവേർഷൻ. ഇനി ഇതിൻ്റെ നേരെ മറിച്ച് ഇപ്പം നമ്മൾ എന്താ ചെയ്തത്, പിന്നെ WCB RB ആക്കി. ഇനി കൺവേർട്ട് ദ ഫോളോയിങ് ക്വാഡ്രന്റൽ ബിയറിംഗ് ടു ബോൾ സർക്കിൾ ബിയറിംഗ് അങ്ങനെ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പിന്നെ RBനെ WCB ആക്കാം. അത് നോക്കൂ, ഇതിൽ വളരെ സുഖമാണ്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് ഇതിൽ ഇങ്ങനത്തെ ഒരു നോർത്ത് ഈസ്റ്റ് സൗത്ത് എത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്വാഡ്രന്റാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിരിക്കും. ഇതാണ്ടോ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ അതിലെ അളവ് തന്നിരിക്കുന്നത് എത്രയാണ് 30 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രന്റിൽ RBയും WCB ഒന്നാണ്, പിന്നെ അതിനൊരു മാറ്റമില്ല. അപ്പോൾ നോർത്ത് 30 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി 30 മിനിറ്റ് എന്നാണ് WCB അതിൻ്റെ ഉത്തരം വരിക. അവിടെ നമ്മൾക്ക് ഇവിടെ ഇതാ 30 ഡിഗ്രി 30 മിനിറ്റ്. ഈ രണ്ടാമത്തത് സൗത്ത് 70 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്. സൗത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റാണ് വരിക, സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരിക. നോക്കൂ, സൗത്ത് 70 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സൗത്ത് ഈസ്റ്റ് നമുക്കറിയാം ഇതിലാണ് വരിക എന്നുള്ള സംശയമില്ല. ഡിഗ്രി അത്രയേ ഉള്ളൂ. അപ്പോൾ 70 ഡിഗ്രി അല്ലേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, സെക്കൻഡ് ക്വാഡ്രന്റ് സൗത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് മസ്റ്റാണ്. ഇനി നമുക്ക് കിട്ടേണ്ടത് ഇതാണ് തന്നിരിക്കുന്നത്. നമുക്ക് കാണേണ്ടതോ ബോൾ സർക്കിൾ ബിയറിംഗ് ആണ്. ഇവിടം തൊട്ട് ഇതുവരെ ഉള്ളതാണ് കാണേണ്ടത്. അതാണല്ലോ ബോൾ സർക്കിൾ ബിയറിംഗ് എന്ന് പറയും. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നമുക്കറിയാം ഇവിടം തൊട്ടിട്ട് ഇതുവരെ 180 ഡിഗ്രിയാണ്. അതിന്ന് ഈ RB അങ്ങോട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ WCB കിട്ടും. കാരണം ഇവിടം തൊട്ട് ഇവിടെ 150. അത് നമുക്ക് RB നമുക്ക് തന്നിട്ടുണ്ട്. അതായത് സൗത്ത് ഈസ്റ്റ് ഇത്രയും ഡിസ്റ്റൻസ് ആണെങ്കിൽ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 150 ഡിഗ്രി 30 മിനിറ്റ് എന്ന് കിട്ടും. WCB ആണ് നമ്മൾ കാണുന്നത്. ഇനി ഏതാ അതിലുള്ളത് നോക്കാം. സൗത്ത് 36 ഡിഗ്രി 30 മിനിറ്റ് വെസ്റ്റ്. ഇതാ സൗത്ത് വെസ്റ്റ് ഇതാ തന്നിരിക്കണേ. അപ്പോൾ അതിൽ RB തന്നിരിക്കുന്നത്. RB നമുക്ക് ഇത് തന്നിട്ടുണ്ട്. നമ്മൾ WCB എവിടെ തൊട്ടുണ്ടാവുക, നോർത്ത് മുതൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ 360 ഡിഗ്രി ആണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതുവരെ ഉള്ളത് അത് കിട്ടാൻ എന്താ ചെയ്യേണ്ടി വരിക, നമുക്കറിയാം ഇത് മുതൽ ഇതുവരെ ഉള്ളത് 150 ഡിഗ്രിയാണ്. ഇതാണ് നമുക്ക് തന്നത്. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടി കൊടുത്താൽ
216 ഡിഗ്രി 30 മിനിറ്റ് കിട്ടും. അപ്പോൾ അതായിരിക്കും അതിൻ്റെ WCB. ഇനി അടുത്ത ലാസ്റ്റ് അതാണ് നോർത്ത് 85 ഡിഗ്രി വെസ്റ്റ് 30 മിനിറ്റ് വെസ്റ്റ്. അപ്പോൾ നമുക്ക് മസ്റ്റാണത്. നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ കോഡൻ്റെ അതാ ഫോർത്താണ് വരിക. ഫോർത്തിലെ നോർത്ത് വെസ്റ്റിൽ ഇത്രയും തന്നിട്ടുണ്ട്. എത്രയാണ് തന്നത്? 85 ഡിഗ്രി 30 മിനിറ്റ്. അത് ഇതാണ് നമുക്ക് കിട്ടേണ്ടതോ. ഇവിടെ നോർത്ത് നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ്റെ ഇതിലേക്കുള്ള ഈ ലൈനിലേക്കുള്ളതാണ്. അതെങ്ങനെ കാണാൻ ഈ മാർഗം എന്താ ചെയ്യുക? നമുക്കറിയാം ഇവിടെ തൊട്ടിട്ട് ഇതുവരെ 360 ഡിഗ്രിയാണ്. ആ 360 ഡിഗ്രിയിൽ നിന്ന് ഇത് ഇങ്ങോട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തൊട്ടിട്ട് ഇതുവരെ ഉള്ളത് കിട്ടും. അപ്പോൾ 360 മൈനസ് 85 ഡിഗ്രി 30 മിനിറ്റ് ഉള്ളത് 274 ഡിഗ്രി 30 മിനിറ്റ് എന്നുള്ള ഉത്തരം കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് WCB RB ആയിട്ട് കണ്ടുപിടിക്കുന്നതും RB WCB ആയിട്ട് കണ്ടുപിടിക്കും. ഇനി കുറച്ച് എക്സസൈസ് ഞാൻ നിങ്ങളെ നോട്ട്സ് ബുക്കിലുണ്ടല്ലോ, ഇതൊന്ന് നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക കേട്ടോ. കുറച്ച് എക്സാമ്പിൾ ഉണ്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നിങ്ങളൊന്ന് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. കൂടുതൽ ക്ലാസ് വരുമ്പോൾ ഇനി MB കൂടാണ്. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ ഇടാനോ അല്ലെങ്കിൽ പിന്നെ യൂട്യൂബിൽ കയറ്റാനോ കുറച്ച് പ്രയാസം വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി കുറച്ച് ക്ലാസ് കുറച്ച് സമയമാക്കിയിട്ട് ഒരു ഭാഗം തന്നെ കംപ്ലീറ്റ് ചെയ്ത് അടുത്തതിൽ ഫിനിഷ് ചെയ്യാനുള്ള ഒരു ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് സമ്മറൈസ് ചെയ്യാൻ ചുരുക്കത്തിൽ. ഒന്ന്, ക്വാഡ്രന്റൽ ബെയറിങ്ങും പിന്നെ WCB അത് തമ്മിൽ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ ഫോർ ബെയറിംഗ് എന്താ, ബാക്ക് ബെയറിംഗ് എന്താന്ന് പറഞ്ഞു. ഫോർ ബെയറിംഗ് ബാക്ക് ബെയറിങ്ങും തമ്മിലുള്ള ബന്ധം അതെന്താന്നുള്ളത് പറഞ്ഞു. ഫോർ ബെയറിങ്ങും ബാക്ക് ബെയറിങ്ങും മൈനസ് ചെയ്താൽ എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും പറഞ്ഞു. അങ്ങനെ മറ്റേ പ്രിസ്മാറ്റിക് കോമ്പസിൽ കാണുന്നതും സർവേസ് കോമ്പസിൽ കാണുന്നതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇത്രയൊക്കെയാണ് നമ്മളിന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്ന് നമ്മൾ ക്ലാസ് നിർത്തുകയാണ്. അപ്പോൾ ഇനി നാളെ ഇതിൻ്റെ ബാക്കി നമ്മൾ എടുക്കും. അതുവരെ എല്ലാവർക്കും